CPM BJP ഡീൽ എന്നുള്ള ഒരു ചർച്ച ഇത്രയും സ്ട്രോങ് ആവുന്നത് മിസ്റ്റർ എമ്മുമായിട്ട് നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു ചർച്ച. നബി തിരുമേനി അടക്കം പ്രാർത്ഥിച്ച മക്കയിലെ പള്ളിയിൽ നിന്നാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. മാർക്സ് പറഞ്ഞത് ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ് മതം, ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവാണ് മതം. കമ്മ്യൂണിസവും ആത്മീയതയും തമ്മിൽ ഒത്തുപോകുന്ന സാധനങ്ങളാണോ? കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ ആരൊക്കെയാണോ സഹാനുഭൂതിയോടുകൂടി ഇടപെടുന്നത് അവരുമായിട്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ യോജിക്കും. ഞങ്ങള് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അപ്പോൾ അതെന്നെ വല്ലാത്ത വികാരം കൊള്ളിച്ച ഒരു സംസാരമാണ്. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് മൗനം ആചരിച്ചു. മൗനം കൊണ്ടതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, പ്രാർത്ഥിച്ചോളൂ. കേരളത്തിൽ പിടിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിന്റെ അജണ്ടകൾ എന്തൊക്കെയാണ്? അവർ മതത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത്? നമസ്കാരം. കേരളത്തിൽ സംഘപരിവാർ വിരുദ്ധ സമരത്തിന്റെ ഒരു മുഖം ആരെന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരാളേ ഉള്ളൂ. സ്വന്തം ജീവിതം കൊണ്ട് സംഘപരിവാർ ഭീകരത തൊട്ടറിഞ്ഞ ജീവിക്കുന്ന രക്തസാക്ഷിയായ സഖാവ് പി ജയരാജൻ. സംഘപരിവാർ രാഷ്ട്രീയത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ശാരീരികമായി വേട്ടയാടപ്പെടുകയും എന്നാൽ ആ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സമരങ്ങളുടെയൊക്കെ മുന്നണിയിൽ നിന്ന് പ്രത്യാശയായി നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് സഖാവ് പി ജയരാജൻ. തന്റെ പുതിയ പുസ്തകമായ സനാതനികളുടെ ഹിന്ദുത്വ വഴികളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. സഖാവെ, കണ്ണൂരിലെ ഈ RSSുമായിട്ടുള്ള ഒരു സംഘർഷങ്ങളുടെയോ കാലത്ത് കായികമായി തന്നെ അതിനെ നേരിട്ട് നിന്ന ആളാണ് അങ്ങ്. ഇപ്പൊ ഒരു പുസ്തകം എഴുതുമ്പോ ഈ കായികത്തിൽ നിന്ന് ആശയപരമായ ഭൗതികമായ ഒരു തലത്തിലേക്ക് മാറുകയാണോ? മുമ്പ് നടന്ന ഈ കായിക ആക്രമണങ്ങളെയും രക്തരൂക്ഷിത വിപ്ലവങ്ങളെയും ഒക്കെ നമ്മള് ചരിത്രം തിരുത്തുകയാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം വരുന്നത്? അതായത് ഈ പുസ്തകത്തിന്റെ രീതി അല്ലെ പുസ്തകത്തിലൂടെയുള്ള സംഘപരിവാരത്തെ എതിർക്കുക എന്നുള്ളത് ഇപ്പൊ മാത്രം തുടങ്ങിയതല്ല. നിങ്ങൾക്കറിയാം, 99 RSSകാരുടെ അക്രമത്തിന് വിധേയമായി ഒട്ടേറെ മാസങ്ങൾ ചികിത്സയിൽ കഴിഞ്ഞ ഒരാളെന്ന നിലക്ക് എൻ്റെ ഒരു പുസ്തകം 2004 വന്നിട്ടുണ്ട്. അക്കാലത്ത് സംഘർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തില് കൃത്യമായിട്ട് എങ്ങനെയാണ് കേരള സാഹചര്യത്തിൽ സംഘപരിവാർ ശക്തികൾ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നുഴഞ്ഞു കയറുന്നത്. അതൊരു നുഴഞ്ഞുകയറ്റമാണ്. 1942 മുതൽ RSSന്റെ ശാഖാ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ട്. അന്ന് മുതൽ സംഘപരിവാരം കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട 2 തടസ്സങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടായത്. ഒന്ന്, ഈ കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റു പല സമൂഹങ്ങളിലും ഈ മേലാള വിഭാഗത്തിലാണ് ഈ നവോത്ഥാന ശ്രമങ്ങളും അതിന്റെ നായകന്മാരും ഉണ്ടായതെങ്കിൽ കേരളത്തില് കീഴാള വിഭാഗത്തിൽ നിന്ന് തന്നെ നവോത്ഥാന നായകന്മാരുണ്ട്. ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെത്. അപ്പൊ ഗുരുവിന്റെ ദർശനങ്ങൾ RSSന് കേരളീയ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സമാണ്. ഏറ്റവും വലിയ തടസ്സം ശ്രീനാരായണ ഗുരു ദർശനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയായിട്ട് ചിത്രീകരിക്കുക, ഇതാണ് അവരുടെ പരിശ്രമം. അപ്പൊ അത് ആശയതലത്തിൽ അവർ നടത്തുന്ന പ്രവർത്തനത്തെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും പ്രതിരോധിച്ചിട്ടുണ്ട്. ആ പ്രതിരോധത്തെ കായികാക്രമണത്തിലൂടെ തകർക്കുക എന്നതായിരുന്നു RSSന്റെ ഉദ്ദേശ്യം. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ RSSും CPMും തമ്മിൽ നേരത്തെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അത്രത്തോളം സംഘർഷം നിലനിൽക്കുന്നില്ല. അതിന്റെ അർത്ഥം അവരുടെ ശ്രമങ്ങൾ അവസാനിച്ചു എന്നല്ല. RSSന്റെ കായികാക്രമണങ്ങൾ അവര് ഒട്ടേറെ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 1970 മുതൽ ഈ 2026 വരെ കേരളത്തിലെ 14 ജില്ലകളിൽ 13 ജില്ലകളിലും CPMന്റെ 215ഓളം സഖാക്കള് RSSന്റെ അക്രമത്തിന് വിധേയമായി ജീവാർപ്പണം ചെയ്തിട്ടുണ്ട്, രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ CPMനെ തകർത്താൽ കേരളത്തെ കീഴടക്കാനാവും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് RSSന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ സഹായത്തോടു കൂടി അക്രമങ്ങൾ നടത്തിയത്. അക്രമങ്ങൾ മാത്രമല്ല, അന്നും ആശയ പ്രചരണങ്ങളുണ്ട്. ക്ഷേത്രങ്ങൾ കൈയടക്കുക, അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസികളെ RSS വൽക്കരിക്കുക, ഇതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുണ്ട്. അപ്പൊ ആക്രമത്തിന്റെ ഒരു രംഗത്ത് നിന്ന് RSS ഇപ്പൊ പിന്മാറിയിട്ടുണ്ട്. കാരണം
ശക്തമായിട്ടുള്ള ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉം. ആ ചെറുത്തുനിൽപ്പിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ജീവാർപ്പണങ്ങൾ, രക്തസാക്ഷിത്വം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഉം. ഈ കോൺഗ്രസോ ലീഗോ അല്ലല്ലോ RSSനെ പ്രതിരോധിച്ചിട്ടുള്ളത്. ഉം. ആ പ്രതിരോധം നേരത്തെ ഉള്ളത് തന്നെ ഇപ്പോൾ തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഉം. പുതിയ കാലത്ത് അവരവലംബിച്ച രീതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഉം. ഈ പുസ്തക രചന നടത്തിയിട്ടുള്ളത്. ഉം. അത് സനാതന ധർമ്മത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ അധിനിവേശം നടത്തുന്നത്. ഉം. എൻ്റെ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ 2024 ഡിസംബർ 31 ഉം. ശിവഗിരിയിൽ ഉം. മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായിയും അതുപോലെ തന്നെ അവിടുത്തെ സന്യാസി പ്രമുഖനായിട്ടുള്ള സച്ചിദാനന്ദ സ്വാമിയും നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ ആചാരങ്ങളിൽ മാറ്റം വരുത്തണമെന്നാണ്. ഷർട്ടഴിച്ച് ആരാധനാലയങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണം എന്ന ഒരു ഭേദഗതി അദ്ദേഹം കൊണ്ടുവന്നു ആചാരത്തിന്. അപ്പൊ ആചാരങ്ങൾ മാറ്റപ്പെട്ടതാണ്. എല്ലാ കാലത്തും മാറ്റം ഉണ്ടായിട്ടുണ്ട്. സനാതനമായിട്ട് ഒരു ആചാരവും നിലനിന്നിട്ടില്ല. അതോടൊപ്പം ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ പോലും സനാതന ധർമ്മ സന്യാസിയായിട്ട് ചിത്രീകരിക്കുക, ഹിന്ദു സന്യാസിയായിട്ട് ചിത്രീകരിക്കുക, ഇതിന് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ പ്രസംഗം. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന സനാതന ധർമ്മം, ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന സനാതന ധർമ്മം യഥാർത്ഥത്തിൽ വർണ്ണാശ്രമ ധർമ്മമാണ്. അത് പിണറായി അല്ല പറഞ്ഞത്, ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, സനാതനികൾ എന്ന് പറയുന്ന ആളുകൾ അവര് നടപ്പാക്കുന്നത് മനുസ്മൃതിയിലെ നിയമങ്ങളാണ്, മനുസ്മൃതിയിലെ വ്യവസ്ഥകളാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം, ശ്രീനാരായണ ഗുരു ഒരിക്കലും സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള സന്യാസി ആവില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതേ തുടർന്ന് വലിയ ചർച്ചകൾ വന്നു. അതാണ് ആ ചർച്ചകൾ എന്ന് പറയുമ്പോൾ 2024 ഓണക്കാലത്ത് കേരളത്തിലെ മലയാളത്തിലെ RSSന്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള കേസരിയുടെ ഓണപ്പതിപ്പുണ്ട്. സുനിധി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഏതാണ്ട് 10-13 ലേഖനങ്ങൾ അതിലുണ്ട് സനാതന ധർമ്മത്തിന്റെ നാനാവശങ്ങൾ വിശദീകരിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ ആ സനാതന ധർമ്മം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു വിമർശിച്ചതുപോലെ വർണ്ണധർമ്മ വ്യവസ്ഥ തന്നെയാണ്. വർണ്ണജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന നിലക്കാണ് സനാതന ധർമ്മം ഇവിടെ പ്രയോഗവൽക്കരിക്കപ്പെട്ടത്. അപ്പൊ അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ആശയതലങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പുസ്തക രചനയെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലേക്കുള്ള ആക്രമത്തിന്റെ ശൈലി, അത് വിവരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ അക്രമത്തിന്റെ ശൈലിയില്ല, കാരണം അക്രമത്തിലൂടെ കേരളത്തെ കീഴടക്കാനാവില്ല എന്ന് RSSന്റെ നേതൃത്വം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അക്രമത്തിന്റെ ശൈലി അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കായികാക്രമത്തിലൂടെ ആക്രമിച്ച് തകർക്കുക എന്നുള്ളത് പിന്നെ ആലോചിക്കുന്ന ഒരു വിഷയമല്ല. അങ്ങനെ അക്രമത്തിലൂടെ ആരെയും തകർക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് CPMന്റെ ബോധ്യം. അപ്പൊ അതാണ് ഈ പുസ്തക രചനക്ക് ആധാരമായിട്ടുള്ളത്. ഇപ്പൊ ഈ ചർച്ച തുടരണമെങ്കിലും ഈ പുസ്തകം വായിക്കണമെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്താണ് ഈ സനാതന ധർമ്മം, നമ്മൾ എന്താണ് ഈ സനാതനി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നൊരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം RSSും സംഘപരിവാറും BJP ഒക്കെ പറയുന്ന സനാതന ധർമ്മത്തെയാണോ നമ്മൾ എടുക്കുന്നത്? എന്താണ് സനാതന ധർമ്മം? അങ്ങയുടെ കണ്ണിൽ എന്താണ് സനാതന ധർമ്മം? ഈ എന്താണ് സനാതന ധർമ്മം എന്നതിനെ കുറിച്ച് ഒരു അധ്യായം തന്നെ ഇതിനകത്തുണ്ട്. അതായത് ഇപ്പോ ഈ ഹിന്ദുത്വ വാദികൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസമാണ് സനാതന ധർമ്മത്തെ നശിപ്പിച്ചത് എന്നതാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം വന്നതോടുകൂടി വലിയ അപകടത്തിൽപ്പെട്ടു എന്നാണ്. 1904 ഈ ബനാറസ് ഹിന്ദു സർവകലാശാല ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സനാതന ധർമ്മത്തിന്റെ തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം, പ്രിൻസിപ്പിൾസ് ഓഫ് സനാതന ധർമ്മ. അതിനകത്ത് സനാതന ധർമ്മം എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് 4 വർണ്ണങ്ങൾ, പിന്നെ 4 ആശ്രമങ്ങൾ. അപ്പൊ സനാതന ധർമ്മത്തിന്റെ വ്യവസ്ഥകളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൗതുകരമായിട്ടുള്ള കാര്യം, ഈ പുസ്തകത്തിലെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ആശ്രമ ജീവിതത്തെ സംബന്ധിച്ച്, അതായത് വിദ്യാർത്ഥി ജീവിതകാലം, ആ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഇന്നതൊക്കെയാണ് സവർണ ധർമ്മം അനുശാസിക്കുന്നത്. പക്ഷേ അത് അതേപടി തുടരാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാൻ പറ്റില്ല, മഴയത്ത് കുട ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്നിട്ട് ഈ പുസ്തകം പറയുന്നത് അതൊന്നും പ്രായോഗികമല്ല, പക്ഷേ മറ്റു ചിലത് വേണം എന്നതാണ്. അപ്പൊ അവിടെ സനാതനത്വം മൂക്കുകുത്തി വീഴുമല്ലോ.
സ്ഥായിയായിട്ടുള്ള ഒന്നിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സനാതന ധർമ്മത്തിന്റെ തത്വങ്ങൾ രൂപപ്പെടുത്തിയെങ്കിൽ ഉം. ഈ ഈ തത്വങ്ങൾ വിശദീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നത് ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് അനുകരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ കുട ചൂടരുത്, ചെരുപ്പിടരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഉം. അപ്പൊ അതുകൊണ്ട് സനാതനത്വം എന്ന് പറയുന്നത് എന്താ? ശാശ്വതമായിട്ടുള്ള നില. ശാശ്വതമായിട്ടുള്ള നില ഈ ലോകത്തിലെ ഏതെങ്കിലും സമൂഹത്തിൽ തുടർന്നിട്ടുണ്ടോ? മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഉം. അപ്പോ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് മൂല്യങ്ങൾ. ഉം. അതാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് പക്ഷെ അതില് പ്രതിപാദിക്കുന്നത്. എന്റെ ഒരു ഇന്ത്യയിലെ സംശയം അത് തന്നെയാണ്. അതില് ഇപ്പൊ നമ്മൾ ഈ ഹിന്ദു സർവകലാശാല അല്ലെങ്കിൽ സംഘപരിവാർ പറയുന്നത്, RSS പറയുന്നത്, അവര് ഹിന്ദുത്വ രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി അവര് സഹായകരമായി എടുക്കുന്ന സനാതന ധർമ്മത്തെ കുറിച്ചല്ലേ നമ്മൾ ഈ സംസാരിക്കുന്നത്. പക്ഷെ സനാതന ധർമ്മം അതെ എന്ന് പറയുന്നത് ഇപ്പൊ ഭഗവത്ഗീതയില് അല്ലെങ്കിൽ വേദങ്ങളില് ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സനാതന ധർമ്മം ഉണ്ടല്ലോ. അത് നമുക്ക് നമ്മൾ എന്തുകൊണ്ട് ആ ഡെഫിനേഷൻ എടുത്തിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല? പകരം സംഘപരിവാർ പറയുന്ന സനാതന ധർമ്മത്തെയാണോ നമ്മൾ ഈ വിമർശിക്കുന്നത്? അല്ല, ഈ ശ്രീനാരായണ വേദങ്ങൾ ഗുരുവിനെ പറ്റി പറഞ്ഞാല് അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പത് അത് സനാതന ധർമ്മമല്ലേ? അപ്പൊ അത്തരം നല്ല അല്ല കാര്യങ്ങള് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു മതം എന്ന ഒരു മതമേ ഇല്ലല്ലോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ സനാതനവാദികൾ അംഗീകരിക്കുമോ? അല്ല. പക്ഷെ ഹിന്ദു ഭഗവത്ഗീതയിലും വേദങ്ങളിലും പറയുന്ന സനാതന അതെ, ധർമ്മത്തെ എന്തുകൊണ്ട് നമ്മൾ അതെ, എടുക്കുന്നില്ല? വേദങ്ങളെ പറ്റി ഞാൻ പറയുന്നത്, സുനിത, വേദങ്ങളെ പറ്റി ഞാൻ പറയുന്നത്. ഉം. ഈ വേദങ്ങൾ ഈ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഗമിക്കാൻ എത്തപ്പെടാൻ പറ്റാത്ത ഒന്നായിരുന്നല്ലോ വേദങ്ങൾ. ഉം. അറിവ്, ഉം. ആ വേദങ്ങളിലെ അറിവ് ഈ പിന്നാക്ക ജാതിയിൽപ്പെട്ട അല്ലെ പിന്നോക്ക വർണ്ണങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഉം. സ്വീകരിക്കാൻ പറ്റില്ല. ആ വേദങ്ങൾ അങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല. മനുസ്മൃതിയുടെ തത്വങ്ങളുണ്ട് ഉം. എന്ന് മാത്രമല്ല, ഉം. ഈ കേരളീയ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ തിരുവിതാംകൂർ കൊച്ചി ഉം. രാജഭരണമാണല്ലോ നിലനിന്നിരുന്നത്. ഉം. അപ്പൊ മൺട്രോ സാഹിബ് വരുന്നതിന് മുമ്പേ ഇവിടെ ആ പ്രദേശങ്ങളിൽ നടപ്പാക്കപ്പെട്ടത് വ്യവഹാരമാല അനുസരിച്ചാണ്. വ്യവഹാരമാല വെച്ചാൽ സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള മനുസ്മൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് വ്യവഹാരമാലയിൽ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് വ്യവഹാരങ്ങൾ നടത്തേണ്ടത്. അപ്പൊ ബ്രാഹ്മണന്, ക്ഷത്രിയന് അല്ലെങ്കിൽ വൈശ്യന്, ശൂദ്രന് നൽകേണ്ട ഓരോ കുറ്റത്തിന്റെയും ശിക്ഷ സംബന്ധിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അസമത്വം നിറഞ്ഞിട്ടുള്ള ഒന്നാണ്. സമത്വത്തിന്റെ തത്വങ്ങൾ ഒന്നുപോലും അംഗീകരിക്കാത്ത ഒന്നാണ് മനുസ്മൃതിയായാലും വ്യവഹാരമാലയായാലും. അതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നതെങ്കിൽ അവിടെ സനാതനത്വം ഇല്ലല്ലോ. മൺട്രോ സാഹിബ് വന്നതിന് ശേഷം ആ വ്യവഹാരമേലയിലെ നിയമമാലയിലെ വ്യവസ്ഥകളൊക്കെ മാറ്റി പുതിയ നിയമം കൊണ്ടുവന്നല്ലോ. പാശ്ചാത്യമായിട്ടുള്ള നിലയിലുള്ള നിയമം നടപ്പാക്കപ്പെട്ട രാജ്യത്ത് സനാതനത്വം അവിടെ തീർന്നല്ലോ, അവിടെ തുടരുന്നില്ലല്ലോ സനാതനത്വം. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ഈ ബഡായികൾ ഒക്കെ മനുഷ്യർക്കിടയിലുള്ള അസമത്വം നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോ മൂല്യങ്ങൾ. ഇപ്പോ ഗാന്ധിജി ഉയർന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഗാന്ധിജി താനൊരു സനാതന ഹിന്ദുവാണ് എന്നതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധിജി. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് തങ്ങളും നിലകൊള്ളുന്നത് എന്നതാണ് സംഘപരിവാരമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ്, അതാണ് ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ്. എങ്ങനെയാണ് സംഘപരിവാർ അതിനെ ചിത്രീകരിക്കുന്നത്? ഹിന്ദു സ്വരാജ് എന്നാണ്. അപ്പൊ ഈ തരത്തിൽ ഗാന്ധിജിയെ വളച്ചൊടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഗാന്ധിജി താനൊരു സനാതന ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജാതി ഐത്തത്തിനെതിരായിട്ടുള്ള സമരമാണ് നയിച്ചത്, ഐത്തോച്ചാടനം. കേരളീയ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ മഹാത്മാഗാന്ധി കേരളത്തിൽ 5 തവണയാണ് സന്ദർശനം നടത്തിയത്. ആദ്യത്തെ തവണ ഹിന്ദു മുസ്ലിം ഐക്യമാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ പിന്നീട് ഹരിജനോദ്ധാരണം, ഖദർ വസ്ത്ര പ്രചരണം, ഐത്തോച്ചാടനം. ഈ ഐത്തോച്ചാടന പ്രക്ഷോഭത്തിന് വേണ്ടി മഹാത്മാഗാന്ധി കേരളത്തിൽ വന്ന ഓരോ സന്ദർഭങ്ങളിലും ഈ സനാതന ധർമ്മവാദികൾ ഗാന്ധിജി ഗോബാക്ക് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. സനാതനിക്കെതിരായിട്ടുള്ള സനാതന ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ച ഗാന്ധിക്കെതിരായിട്ട് കരിങ്കൊടി പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഗാന്ധിജിക്ക് നേരെ ആദ്യം നടന്നിട്ടുള്ള വധശ്രമം പോലും ആരാ നടത്തിയത്? ഈ സനാതനികളാണ്. അത് സംബന്ധിച്ച് എൻ്റെ പഠനത്തിനിടയിൽ 1934 മാതൃഭൂമി പത്രം വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. ആ മാതൃഭൂമി പത്രത്തിൽ
പൂനെയിലെത്തിയിട്ടുള്ള, അതായത് 1934 ഫെബ്രുവരി മാസത്തിൽ ഉം. പയ്യന്നൂരിലെ ഹരിജൻ സ്കൂൾ സന്ദർശിച്ച് ആനന്ദതീർത്ഥന്റെ നേതൃത്വത്തിൽ, ശ്രീനാരായണ ഗുരു ശിഷ്യനായിട്ടുള്ള ആനന്ദതീർത്ഥന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഹരിജൻ സ്കൂൾ, പട്ടികജാതി കുട്ടികൾക്ക് പ്രത്യേക പഠന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള ഹരിജൻ സ്കൂൾ സന്ദർശിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി പയ്യന്നൂർ സന്ദർശിച്ചു. അന്നും സനാതനികൾ കരിങ്കൊട്ടി നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പലയിടങ്ങളിലും പര്യടനം നടത്തി. പൂനെയിലെത്തിയപ്പോൾ 34 ജൂൺ മാസത്തിൽ പൂനെയിലെത്തിയപ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരു പൗരസ്വീകരണം ഏർപ്പാട് ചെയ്തു. പക്ഷേ ഗാന്ധിജി സഞ്ചരിച്ച കാറാണെന്ന് കരുതിയിട്ട് മുന്നിലുള്ള കാറിന് നേരെ ബോംബാക്രമണം നടത്തി. എന്നിട്ട് 7 പേർക്ക് പരിക്ക് പറ്റി. അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ അന്നത്തെ KPCC നേതൃത്വം, അതിൻ്റെ ഭാഗമായിട്ട് മഹാനായിട്ടുള്ള AKG ഉണ്ട്, KPCC സെക്രട്ടറിയാണ്. AKG നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സനാതനികളെ പറ്റിയാണ്. മഹാത്മാഗാന്ധിയുമായിട്ട് പത്രപ്രതിനിധി നടത്തിയിട്ടുള്ള സംഭാഷണത്തിന്റെ ശകലങ്ങൾ അതിനകത്തുണ്ട്. അതിൽ പറഞ്ഞു സനാതനികൾ തന്നെയാണ് തൻ്റെ നേരെയുള്ള ആക്രമണം നടത്തിയെന്ന്. അപ്പോൾ ഇവിടെയാണ് താനൊരു സനാതന ഹിന്ദുവാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധിയുടെ ജാതി ഐത്തോച്ചാടനത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലും സഹിക്കാനാവാത്ത നിലയിലുള്ള ഒരു ഫാസിസ്റ്റ് മനോഭാവം അന്നേ സനാതന ധർമ്മവാദികൾ പിന്തുടർന്നിരുന്നു എന്നതാണ് തെളിയിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡയലക്റ്റിക്സിലാണ് നമുക്ക് ബോധ്യമുണ്ടുന്നത്. ഈ ഗാന്ധിജി പറഞ്ഞ ഒരു സനാതന ഹിന്ദു ഉണ്ടല്ലോ, ഗാന്ധിജി പറയുന്ന സനാതന ധർമ്മം ആ സനാതന ഹിന്ദു അങ്ങേക്ക് ആക്സെപ്റ്റബിൾ ആണോ? ഈ ജാതി ഐത്തോച്ചാടനം ഒഴിവാക്കിയ വർണ്ണവ്യവസ്ഥ ഇല്ലാത്ത ഗാന്ധിജിയുടെ സനാതന ധർമ്മം അങ്ങേക്ക് ആക്സെപ്റ്റബിൾ ആണോ? അല്ല, അതില് ഇപ്പൊ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഗാന്ധിയുടെ നിലപാടുകളോട് വിയോജിപ്പുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഗാന്ധിജി ഒരു മാറ്റം വേണം, സനാതനത്വം അതേപടി തുടരണം എന്നല്ല ഗാന്ധിജി വാദിച്ചത്. അതാണ് ഗാന്ധിജിയുടെ അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ നിലപാടുകളോടും യോജിപ്പില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഈ വർണ്ണജാതി വ്യവസ്ഥയെ അല്ലെങ്കിൽ ജാതി മർദ്ദനത്തെ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. അത്രത്തോളം ഗാന്ധി നമ്മൾ അനുകൂലിക്കുന്നു, അതാണ് യാഥാർത്ഥ്യം. കൗതുകരമായിട്ടുള്ള കാര്യം, ഈ BJP-ക്കാർ ഇപ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ, നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം, അല്ലേ? ഈ ആരായി നായാടി? നായാടി ഈ നായല്ല, മനുഷ്യനാ. മഹാത്മാഗാന്ധി ഒരു ഘട്ടത്തിൽ പാലക്കാട് എത്തി പുലർച്ചെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യന്റെ ദയനീയമായിട്ടുള്ള ശബ്ദം കേട്ടു. എന്നിട്ട് കൂടെയുള്ള തമിഴ്നാട്ടിലെ അന്നത്തെ കോൺഗ്രസ് നേതാവ് രാജാജിയോട് ചോദിച്ചു, എന്താ കേൾക്കുന്ന ശബ്ദം? അപ്പൊ രാജാജി പറഞ്ഞു, മഹാത്മജി, അത് നായാടി ഭിക്ഷയാചിക്കുന്ന ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ മരത്തിന്റെ മറയത്തിരുന്നോ കൈതക്കൂട്ടത്തിന്റെ മറയത്തിരുന്നോ മാത്രം മറ്റുള്ളവരുമായിട്ട് സംവദിക്കാൻ അധികാരമുള്ള, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള ഐത്തജാതിയാണ് നായാടി. ഇപ്പൊ നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്നല്ലേ പറയുന്നത്. ആ നായാടിയെ നേരിട്ട് കാണാൻ ഗാന്ധി ആഗ്രഹിച്ചു. നായാടിയെ കൈമാടി വിളിച്ചു. ആ നായാടി പോയില്ല. കാരണം നായാടിയുടെ സ്വയം ബോധം എന്താ? ഞാൻ വേറൊരു ഉയർന്ന ജാതിക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാനും അശുദ്ധമാകുന്നതാണ്. അപ്പൊ അത്രയേറെ നികൃഷ്ടമായിട്ടുള്ള ജാതി വ്യവസ്ഥ നിലനിന്ന കാലത്ത് അതിനെതിരായിട്ട് ഗാന്ധിജി പോരാടി എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ പോരാട്ടത്തിന്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിൽ പിന്നെ മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ഗാന്ധിജിക്ക് അത്രത്തോളം വിശാലമായിട്ടുള്ള വീക്ഷണം ഉണ്ടായില്ല എന്നുള്ള വിമർശനമുണ്ടെങ്കിലും അതിനെതിരായിട്ട് പൊതു നിലപാട് ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട്. അത്രത്തോളം നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷെ ഗാന്ധിജിയുടെ സനാതന ധർമ്മത്തിൽ നിന്ന് ഞാൻ അംഗീകരിക്കുന്നു അങ്ങ് പറയുന്നില്ല. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ എടുത്തു കഴിഞ്ഞാലും ശ്രീനാരായണ ഗുരുവിനെ അങ്ങ് എങ്ങനെയാ കാണുന്നത്? ഇപ്പോ ഈ ജാതിക്കെതിരെയുള്ള പോരാട്ടം, നവോത്ഥാന നായകൻ എന്നുള്ള നിലയിലൊക്കെ ഈ പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുവിനെ വളരെ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ട, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പുനർവായനയ്ക്ക് വിധേയമാക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ അംഗീകരിക്കുന്നുണ്ടോ? കമ്മ്യൂണിസവും ആത്മീയതയും തമ്മിൽ ഒത്തുപോകുന്ന സാധനങ്ങളാണോ? സ്പിരിച്വാലിറ്റിക്ക് കമ്മ്യൂണിസത്തിലോ മാർക്സിസത്തിലോ ഇടമുണ്ടോ? അല്ല, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ ആരൊക്കെയാണോ സഹാനുഭൂതിയോടുകൂടി ഇടപെടുന്നത് അവരുമായിട്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ യോജിക്കും. അപ്പൊ ഒരു പുരോഹിതൻ പാവപ്പെട്ട ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, അവരെ ഐക്യപ്പെടുമല്ലോ. ഇപ്പോ 1959 വിമോചന സമരത്തിൽ പ്രധാനപ്പെട്ട പ്രഭാഷകനും പ്രക്ഷോഭകനുമായിരുന്നല്ലോ ഫാദർ വടക്കൻ. പക്ഷേ കുടിയേറ്റ കൃഷിക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം വന്നപ്പോ അവിടെ മഹാനായിട്ടുള്ള AKG ഓടിയെത്തി. AKG കമ്മ്യൂണിസ്റ്റുകാരനാണ്, മറ്റത് ഫാദറാണ്, പുരോഹിതനാണ്. ആ ഫാദർ വടക്കനും അടക്കമുള്ള ആളുകളുമായി യോജിച്ചുകൊണ്ട് AKG നടത്തിയിട്ടുള്ള പ്രക്ഷോഭം
അത് കേരളീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇത് എല്ലായിടത്തും ബാധകമാണ്. അല്ല, അപ്പൊ അത് നിങ്ങള് നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ ഇടപെടുന്നതിനെ കുറിച്ചല്ലേ ഇപ്പോഴീ പറയുന്നതൊക്കെ. ഇപ്പൊ മനുഷ്യരുടെ ദാരിദ്ര്യം തുടച്ചു നീക്കുക, അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക, ജാതി തുടച്ച്, ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഈ ആത്മീയ നേതാക്കളൊക്കെ മനുഷ്യന് ആത്മാവിന് ആവശ്യമായ, മനസ്സിന് ആവശ്യമായ ചില കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. അതിനെ അംഗീകരിക്കുന്നുണ്ടോ? സ്പിരിച്വാലിറ്റിയിൽ അല്ല, നമ്മൾ അതിനെയല്ലേ പറയുന്നത്? അത് മാർസ് തന്നെ, അതെ അതെ, മാർസ് തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം ഈ മതത്തിന്റെ ഒരു ആ, പിന്നെ ക്രിയാത്മകമായിട്ടുള്ള പങ്കിനെ കുറിച്ച് മാർസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉം, മാർസ് പറഞ്ഞത് ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ് മതം, ഉം, ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവാണ് മതം, ഉം, അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അപ്പൊ ഉം. എല്ലാ വശവും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു നമ്മൾ ഈ പാവപ്പെട്ട ലാസ്റ്റ് ഒരു വാചകം പിന്നെ മാത്രമേ മനുഷ്യൻ പ്രചരിപ്പിക്കാറുള്ളൂ അല്ലെ? അമ്പലത്തിൽ പോയി മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്നുള്ളത് മാത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രചരിപ്പിക്കുന്നത്. അതിനെ നമ്മളല്ല എതിരാളികൾ. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂലധനത്തിന് ആധിപത്യമുള്ള വ്യവസ്ഥയെ മാറ്റി തീർക്കാനാണ് പരിശ്രമിക്കുന്നത്. അപ്പൊ മൂലധന ശക്തികൾ ഈ അവസാന ഭാഗം മാത്രം പിന്നെ പ്രചരിപ്പിക്കും. അതായത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മതവിശ്വാസം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ചില അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, അവര് മാനസികമായിട്ടൊരു സംതൃപ്തി കിട്ടുന്നു. അതിനെയൊന്നും കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തിട്ടില്ല. എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തിൽ ഒരിടത്തും നിരീശ്വരവാദ പ്രചരണം നടത്തിയിട്ടില്ല. അത് നിഷേധിക്കാനാവുമോ? നിരീശ്വരവാദ പ്രചരണം കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുണ്ടോ? ഇല്ല. കാരണം സാമ്പത്തിക ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളും തമ്മിൽ യോജിക്കണം. രാഷ്ട്രീയ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളും തമ്മിൽ യോജിക്കണം. അതേസമയം ഈ പ്രപഞ്ചത്തെ വിലയിരുത്തുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ആത്മീയവാദികളും തമ്മിൽ വ്യത്യസ്ത തലത്തിലാണ് നിൽക്കുന്നത്. ആ വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ട് മേഖലയിലും യോജിക്കാവുന്ന തലമാണ് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ ചരിത്രത്തിലില്ലാത്ത ചില കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പൊ ലെനിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, രോഗബാധിതയായ ഒരു കുട്ടീനെ കാണാൻ വേണ്ടി ലെനിൻ പോയി, എന്നിട്ട് അവിടെ ആശുപത്രിയിൽ വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഹിസ്റ്ററിയിൽ നമുക്ക് ഇങ്ങനത്തെ സാധനം എവിടെയും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ അങ്ങ് മതത്തെക്കുറിച്ചും ഒക്കെ ആത്മീയതയെക്കുറിച്ചും വിശ്വാസികളെ കുറിച്ചും പറഞ്ഞു. മത നിരാസം എന്നൊരു വാദം ഇല്ല, നിരീശ്വരവാദ പ്രചരണം ഇല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് മതത്തെയും മതവിശ്വാസികളെ എങ്ങനെയാ കാണുന്നത്? അവരുടെ സ്പേസ് എവിടെയാണ് പാർട്ടിയില്? അതായത് ഇപ്പോ ലെനിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഞാനൊരു സാധാരണ പ്രവർത്തകനല്ലേ. എൻ്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങളുണ്ട്. അത് സുനിതയുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീട്ടിൽ വന്നാൽ ഒരു മതചിഹ്നമില്ല. അതേസമയം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്. നേരത്തെ 99-ൽ RSSകാരുടെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോൾ 3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിനാണ് വിധേയമായത്. അപ്പോൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി 3 കന്യാസ്ത്രീകൾ വന്നിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ബിഷപ്പ് ഹൗസ്, തലശ്ശേരി ബിഷപ്പ് ഹൗസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നോട്ടെ എന്ന് പറഞ്ഞു. വന്നപ്പോൾ അവർ പറഞ്ഞു, അവര് ആരോഗ്യസ്ഥിതിയൊക്കെ അന്വേഷിച്ചു. അവര് ഞാനുമായിട്ട് നേരത്തെ മുൻപരിചയമൊന്നുമില്ല. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങള് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അപ്പോൾ അതെന്നെ വല്ലാത്ത വികാരം കൊള്ളിച്ച ഒരു സംസാരമാണ്. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് മൗനം ആചരിച്ചു. മൗനം കൊണ്ടതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, പ്രാർത്ഥിച്ചോളൂ. കാരണം എനിക്ക് അവരോട് ഒരു ഭൗതികവാദി എന്ന നിലക്ക് എനിക്ക് അവരോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നുമല്ല, എനിക്ക് ചികിത്സ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ പരുവത്തിലെത്തിയത്. പക്ഷേ അവരുടെ മനസ്സിന്റെ ഒരു മനുഷ്യ സ്നേഹപരമായിട്ടുള്ള സമീപനം ഉണ്ടല്ലോ. അവര് എൻ്റെ അടുക്ക വരുന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഞാനുമായിട്ട് മുൻപരിചയമുള്ള നിലയിൽ പരിക്കേറ്റ ആളെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുമല്ല. അപ്പൊ അവര് സമൂഹത്തിൽ എന്നെപ്പോലെയുള്ള ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ അക്രമത്തിലൂടെ തകർക്കുന്ന ഒരു ശക്തി, ഒരാശയമുണ്ട്. അതിന്റെ പരിക്കേറ്റ് കിടക്കുന്ന ആളെ കാണുക, അവരുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോളുന്നു. അതേ റൂമിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇതൊന്ന്. രണ്ടാമത്തെ അനുഭവം ഉണ്ടായത്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹാരിസ് ബായി എന്നാണ് അവരുടെ പേര്. അദ്ദേഹം അന്തരിച്ചു. അപ്പോ അദ്ദേഹം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ MLA സമയത്ത് എൻ്റെ സഹായത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ സഹായത്തിന് വേണ്ടി വന്നപ്പോൾ ആ സഹായം എന്ന് പറഞ്ഞത്, അദ്ദേഹം വലിയൊരു ഭൂവുടമയാണ്. ഒരിക്കലും ഈ ഫ്രൈജൈൽ ആയിട്ടുള്ള സ്ഥലമാണ്.
പറഞ്ഞാൽ പാരിസ്ഥിതിക ലോല പ്രദേശം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് എടുക്കാൻ ഏറ്റെടുക്കാൻ പോകുന്നു എന്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അന്വേഷിച്ചപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അത്. ഞാൻ അദ്ദേഹത്തോട് സത്യം പറഞ്ഞു, ഞാൻ വിചാരിച്ചാലും ഒന്നും നടക്കില്ല, കാരണം അത് ഫ്രാജൈൽ ലാൻഡാണെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് നടപടികൾ നടത്തട്ടെ എന്നുള്ളത്. പക്ഷേ എൻ്റെ ആ ഇടപെടലിന് ശേഷം നമ്മൾ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധം നല്ല നിലക്ക് മെച്ചപ്പെട്ടു. അദ്ദേഹം ഒരു തവണ പറഞ്ഞു, ഞാൻ ഉംറക്ക് പോവുകയാണ്. ഉംറക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, എല്ലാവിധ ആശംസകളും. ഉംറക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് കാണാം. ആശംസ നൽകിക്കൊണ്ട് എന്നെ വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ എവിടുന്നാ വിളിക്കുന്നത്? നബി തിരുമേനി അടക്കം പ്രാർത്ഥിച്ച മക്കയിലെ പള്ളിയിൽ നിന്നാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. നോക്കുക നിങ്ങൾ. ഞാൻ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാധാരണ ഒരു ആരാധനാലയത്തിൽ പോയിട്ട് സ്വന്തം കാര്യം, കുടുംബത്തിന്റെ കാര്യം ഒക്കെയാണല്ലോ പ്രാർത്ഥനയായിട്ട് നടത്തുക, നന്മ വരണം എന്നുള്ള നിലക്ക്. അപ്പോ അദ്ദേഹത്തിന്റെ മതാചാരങ്ങളൊന്നും പിന്തുടരാത്ത ഒരു വ്യക്തി, സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും ഞാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം അവിടെ പോയിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോ കന്യാസ്ത്രീകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന അതേ മാനസികാവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മതവിശ്വാസി അല്ലെങ്കിൽ മതത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയവാദി അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുക, അവരുടെ നല്ല മനസ്സിനെ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോ ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞ സ്ഥാനത്തിലേക്ക് വീണ്ടും എത്തി. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരയണം എന്നുള്ള ഒരു അവസ്ഥയുള്ളു. അപ്പൊ മതം വലിയ പ്രശ്നമുള്ള സാധനമല്ല വേറൊരാൾ മതം പ്രാക്ടീസ് ചെയ്യുന്നതെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, അതെ, മതം വലിയ പ്രശ്നമല്ല. എന്നാൽ മതപൗരോഹിത്യം നടത്തുന്ന ചില സങ്കുചിതവാദപരമായിട്ടുള്ള നിലപാടുണ്ട്. ഇപ്പോ ഇസ്ലാം മതം കാരുണ്യത്തിന്റെ മതമാണെന്നാ പറയുന്നത്. പക്ഷേ അവരിൽ ചിലർ മുന്നോട്ട് വെക്കുന്ന ജിഹാദി എന്ന ആശയമുണ്ടല്ലോ. ജിഹാദി എന്ന് പറയുന്നത്, ജിഹാദ് നടത്തുക എന്ന് പറയുന്നത് സത്യത്തിന് വേണ്ടി പൊരുതുക എന്ന, എന്നാൽ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം ചെയ്യുക, മരണപ്പെടുക, എന്നിട്ടോ സ്വർഗത്തിലേക്ക് പോവുക. ഇന്ത്യയിൽ നിന്നല്ല ലോകകൾ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു, സിറിയയിൽ പോകുന്നു, എന്നിട്ട് അവിടുത്തെ പട്ടാളവുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെടുന്നു. അവര് ഏത് നിലപാടിലാണ് അവിടെ പോകുന്നത്? ശുദ്ധ മനസ്സോടുകൂടിയല്ല, ഭ്രാന്തമായ ഒരു മത മനസ്സോടുകൂടി അവിടെ പോയിട്ട് ഏറ്റുമുട്ടിയിട്ട് കൊല്ലപ്പെട്ടാൽ സ്വർഗം കിട്ടുന്നതാണ്, സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. ഇതേക്കുറിച്ച് സിയാവുദ്ദീൻ സർദാർ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്, ഡെസ്പെറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ്. ഇതാണ് സ്വർഗം തേടിയുള്ള യാത്ര. ലോകത്തിലെമ്പാടും മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സ്വർഗം തേടിയുള്ള യാത്ര നടത്തുന്നത് ഇത് മരണത്തിലേക്ക്. സിയാവുദ്ദീൻ സർദാർ പറയുന്നത്, നിങ്ങള് ജിഹാദ് നടത്തുന്നത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് നന്മയുടെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് നിങ്ങൾ താല്പര്യം എടുക്കേണ്ടത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ മതത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ പിന്തുടർന്ന് അതിന്റെ ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിച്ച, അതാണ് അടിവരയിട്ട് പറയുന്നത്, മതത്തിന്റെ ശരിയായ ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിശ്വാസി സമൂഹമുണ്ട്. ഒറ്റപ്പെട്ട ചിലർ ഈ മതഭ്രാന്തിന്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള തെറ്റായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. രണ്ടിനെയും രണ്ടായി കാണണമെന്നാണ്. അതുകൊണ്ടാണ് ഈ മതതീവ്രവാദിയെയും മതവിശ്വാസിയെയും രണ്ടായി കാണണം എന്നുള്ള നിലപാട് ഈ പുസ്തകത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഒരാള് മതം വിശ്വസിച്ച് മതം പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾക്ക് ശല്യമാവാത്ത രീതിയിൽ സ്വന്തം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് CPM-നകത്ത്, ഇടത് പാർട്ടികൾക്കകത്ത് സ്പേസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ലെനിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു മതപുരോഹിതന് പാർട്ടി അംഗത്വം ആവാമോ എന്ന ചോദ്യത്തിന് ലെനിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുരോഹിതന് മെമ്പർഷിപ്പ് കൊടുക്കാമെന്നാണ്, പാർട്ടി അംഗത്വം കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ യേശുവിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിലും യേശുവിനെ ഒരു വിപ്ലവകാരിയായിട്ടല്ലേ കാണുന്നത്? ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ നവോത്ഥാന നായകനായിട്ട് കാണും എന്ന് പറഞ്ഞ പോലെ ഇത്തരം സ്പിരിച്വൽ ലീഡേഴ്സിനെയൊക്കെ അവരുടെ വിശ്വാസികള് ദൈവമായിട്ടും ഒക്കെ കാണുമ്പോഴും ഇടതുപക്ഷത്ത് നിൽക്കുന്നവര് വേറെ രീതിയിലല്ലേ പക്ഷെ ഇവരെയൊക്കെ കാണുന്നത്? അല്ല, അതാ പറഞ്ഞ മതത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ. ഇപ്പൊ യേശു ആയാലും അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പക്ഷേ മത തീവ്രവാദി എന്താ ചെയ്യുന്നത്? നിന്റെ അയൽക്കാരൻ ഏത് മതത്തിൽപ്പെട്ടതാണ്, അവരുമായിട്ട് ചങ്ങാത്തം പാടില്ല എന്ന് പറയുന്ന തീവ്രവാദ നിലപാടിനെ അത് മതത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ പിന്തുടരുന്ന ഒരാളായിട്ട് കാണാൻ പറ്റില്ല. ആ ഡയലക്റ്റിക്സ് ശരിയായിട്ട് നമ്മൾ കാണണം. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഞങ്ങള്
വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ചേർത്ത് പിടിക്കണം. ഇതാണ് സ്റ്റാൻഡ്. ഇനിയിപ്പോ നമ്മള് വർഗീയതയെയും ആ മതഭ്രാന്തനെയും എതിർക്കേണ്ടത്. ഇപ്പൊ സംഘപരിവാറിന്റെ ഗ്രാൻഡ് പ്രോജക്റ്റിലേക്കൊക്കെ തിരിച്ചു വന്നാൽ കേരളത്തിൽ ഇവരെങ്ങനെയാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നത്? കേരളം പിടിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിന്റെ അജണ്ടകൾ എന്തൊക്കെയാണ്? അവർ മതത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത്? ഏത് രീതിയിലാണ് ഒരു ഹിന്ദു രാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടി മതത്തെയും ജാതിയും ഒക്കെ ഉപയോഗിക്കുന്നത്? അങ്ങയുടെ ഒരു നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ? അതായത് എൻ്റെ ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം ഗ്രാൻഡ് ഡിസൈനിന്റെ ആവർത്തനം എന്നാണ്. ഗ്രാൻഡ് ഡിസൈൻ ഇത് വളരെ കാലമായിട്ട് ശിവഗിരിയെ ഹൈന്ദവവൽക്കരിക്കുക എന്നുള്ള അജണ്ട അവർ നടപ്പിലാക്കാൻ പല ഘട്ടങ്ങളിലും ശ്രമിക്കുകയാണ്. മുമ്പ് 1995 AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ അന്ന് ശിവഗിരി കുന്നിനെ RSS വൽക്കരിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്ന് പോലീസ് ബലപ്രയോഗമാണ് അവിടെ നടത്തിയത്, ഒരു കോടതി വിധിയുടെ മറപിടിച്ചുകൊണ്ട്. അന്ന് ശാശ്വതീകാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കേരള കൗമുദിയുടെ പത്രാധിപരായിരുന്ന MS മണി ശിവഗിരി കുന്നിന്റെ മുകളിൽ തീമേഘങ്ങൾ എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ശാശ്വതീകാനന്ദ സ്വാമിയുടെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ചെങ്കോട്ടുകോണം സ്വാമി, ആ സ്വാമി ഈ ശിവഗിരിയിൽ വന്ന് ശാശ്വതീകാനന്ദയെ കണ്ടു. എന്നിട്ട് പറയുന്നത്, നമ്മൾ യോജിച്ചു നിന്നാൽ കേരളം ഇങ്ങ് പോരുന്നാണ് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട പിന്നാക്ക വിഭാഗമാണ് ഈഴവ കമ്മ്യൂണിറ്റി. അപ്പൊ അതിന്റെ ആത്മീയാചാര്യന്മാരാണ് ശിവഗിരിയിലുള്ളത്. അപ്പൊ ഈ SNDP യോഗത്തെയും മഠത്തെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ആക്കാനുള്ള ഒരു BJPയുടെ ശ്രമങ്ങൾക്കൊക്കെ ആക്കം കൂട്ടിയ ഒരു സംഭവമായിരുന്നു അത്. മഠത്തെയും SNDP യോഗത്തെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട്. അതിനുശേഷം 4 വർഷം കഴിയുമ്പോഴാണ് അങ്ങേക്ക് ഈ വെട്ടേൽക്കൊക്കെ ചെയ്യുന്ന സംഭവം. അപ്പൊ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഒരു 3 പതിറ്റാണ്ട് പിന്നിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഈഴവരെ ഒരുമിപ്പിക്കുന്ന ഒരു ഹിന്ദു വോട്ട് ബാങ്ക് എന്നത് എത്രത്തോളം സാധ്യമായിട്ടുണ്ട്? നമുക്ക് തടയാൻ പറ്റുമോ? അല്ല, അതിനുള്ള ശ്രമം അവർ നടത്തി. അപ്പൊ അതിന് അവര് വേറൊരു കാര്യം ചെയ്തത്, BDJS എന്ന രാഷ്ട്രീയ പാർട്ടി, BDJS എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായല്ലോ. അപ്പോ SNDPയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. മകൻ BDJSന്റെ സാരഥിയാവുന്നു. ആ BDJSും BJPയും തമ്മിൽ ധാരണയുണ്ടാവുന്നു. ഇത് മാത്രമല്ല, പലതരം പദ്ധതികളുണ്ട്. ഇപ്പോ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ഹിന്ദുത്വവാദികള് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരാണ്, ഇടതുപക്ഷ വിരുദ്ധന്മാരാണ്. അത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാനാവുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1960 തെരഞ്ഞെടുപ്പ്. ഇപ്പൊ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ അവര് ഈ 57 EMS അവർക്ക് പ്രാതിനിധ്യം ആവശ്യപ്പെടുന്നുണ്ട്. ശിവഗിരി മഠം നമ്മൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോ വ്യത്യസ്തമായ മതവർഗീയ ശക്തികൾക്ക് പിന്നെ ബാർഗെയിൻ ചെയ്യാൻ, വിലപേശാനുള്ള ഒരു സൗകര്യമാണ് കേരളത്തിലെ വലതുപക്ഷം ഉണ്ടാക്കി കൊടുത്തത്, UDF ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ അവര് പ്രചരിപ്പിച്ചത്? CPMഉം RSSും തമ്മിൽ ഡീൽ, CPM BJP ഡീൽ, പിണറായി മോദി ഡീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഡീലിന്റെ ചരിത്രം പരിശോധിച്ചാൽ കൗതുകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടെത്താനാവും സുനിത. അതായത് 57 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നല്ലോ. പോളിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ 65 പോയിന്റ് സംതിങ് ആണ് അന്നത്തെ പോളിംഗ് പെർസെൻറ്റേജ്. അതിൽ 35% വോട്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയത്. അപ്പൊ വലതുപക്ഷം ഭിന്നിച്ചു മത്സരിച്ചു. അതിന്റെ ആനുകൂല്യം നേടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷം നേടി. ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം 60 തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു കാര്യം, സഖാവ് EMS ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പട്ടാമ്പി മണ്ഡലത്തിലാണ്. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിൽ ഒരു നോമിനേഷൻ കൊടുത്തു കോൺഗ്രസിന് പുറത്ത്. അത് ജനസംഘ സ്ഥാനാർത്ഥിയുടേതാണ്. P. മാധവ മേനോൻ. P. മാധവ മേനോൻ. അപ്പൊ മാധവ മേനോൻ ജനസംഘ സ്ഥാനാർത്ഥിയായിട്ട്, ജനസംഘത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, RSSന്റെ അന്നത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ജനസംഘം. പക്ഷേ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് അടുത്തപ്പോ മാധവ മേനോൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. ജനസംഘത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, കമ്മ്യൂണിസ്റ്റുകാരെയാണ് തോൽപ്പിക്കേണ്ടത്. അപ്പൊ അന്നേ ഡീലുണ്ട്, പട്ടാമ്പി പെരിന്തൽമണ്ണ ഡീൽ. കോൺഗ്രസ് ഉണ്ട്, RSS ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. 91 തെരഞ്ഞെടുപ്പിൽ നമ്മൾ വീണ്ടും കണ്ടല്ലോ, KG മാരാറെ മഞ്ചേശ്വരത്ത് ജയിപ്പിക്കുക, അതിന് കോൺഗ്രസും ലീഗും സഹായിക്കുക. ഈ തരത്തിൽ മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ
സംഘപരിവാർ തന്നെ എഴുതി വെച്ചല്ലോ. പാഴായ പരീക്ഷണം എന്ന 18-ാം അധ്യായത്തിലെ ഭാഗങ്ങൾ കൃത്യമായിട്ട് കോൺഗ്രസും ലീഗും BJP നേതാക്കന്മാരും തമ്മിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് BJP നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ പക്ഷെ അത് CPM-നെ കഴിഞ്ഞിട്ടേ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞു. നമ്മൾ ഈ ഹിസ്റ്ററി എപ്പോഴും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ചരിത്രം എടുത്താല് CPM BJP ഡീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ 3 സീറ്റ് BJP ജയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവരെ അതെ അതെ തടയുന്നതിൽ പരാജയമായിരുന്നു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരുമല്ലോ. 3 പേര് അവർ നിയമസഭയിൽ ഇരിക്കാൻ പോവുകയാണ്. അപ്പൊ CPM BJP ഡീൽ എന്നുള്ള ഒരു ചർച്ച ഇത്രയും സ്ട്രോങ് ആവുന്നത് മിസ്റ്റർ എമ്മുമായിട്ട് നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു ചർച്ച ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തടയാൻ വേണ്ടി കണ്ണൂരിലെ സാഹചര്യത്തിൽ നടത്തി. പിന്നെ തൃശ്ശൂരില് സുരേഷ് ഗോപിയുടെ വിജയം. പിന്നെ ഇപ്പൊ അങ്ങ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞല്ലോ. വെള്ളാപ്പള്ളിയുടെ മകൻ BDJS എന്ന സംഘടന ഉണ്ടാക്കുമ്പോൾ വെള്ളാപ്പള്ളി ഇപ്പുറത്താണെന്നുള്ള പോലെ നിൽക്കുമ്പോഴും ഭാര്യ തന്നെ പ്രചാരണത്തിന് വിടുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഭാര്യ അപ്പുറത്താണ് പ്രചാരണത്തിന് വേണം. അപ്പൊ വെള്ളാപ്പള്ളിയുടെ ഭയങ്കര ഒരു ദുരൂഹമായ ഇടപെടലുകളും സംഘത്തെ സഹായിക്കുന്ന പോലത്തെ നിലപാട്. പക്ഷെ ഇപ്പോ നമ്മളുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ അദ്ദേഹം കയറി വരുന്ന പോലത്തെ വലിയ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് കൃത്യമായ വിശദീകരണം കൊടുക്കുന്നില്ല. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, അപ്പൊ തന്നെ ഈ ആരോപണം വരുമ്പോ തന്നെ പറയാമായിരുന്നു, ഇത് പ്രായമായ ഒരു മനുഷ്യനല്ലേ, ഞാൻ കയറ്റി, ഇതിൽ വേറെ രാഷ്ട്രീയ. പക്ഷെ നമ്മൾ ഇതിനൊന്നും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല, ഒരിക്കലും ജനങ്ങളോട് സംസാരിക്കുന്നില്ല. ഈ ദുരൂഹതയെന്നല്ലേ ഈ ആരോപണം ഉണ്ടാവുന്നത്, CPM BJP ഡീൽ എന്ന ആരോപണം. മിസ്റ്റർ എമ്മുമായിട്ടൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്? അല്ല സുനിത പറഞ്ഞത് പറയപ്പെടുന്ന അങ്ങനെ പറയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ആക്ച്വലി നടന്നതാണല്ലോ. അതായത് ഒന്ന് ഈ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് എന്തിനെങ്കിലും ഒന്നിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുക, അതാണ് യഥാർത്ഥത്തിൽ ഈ നടത്തുന്ന പ്രചരണത്തിന്റെ പിന്നിലുള്ളത്. ഒന്ന്, CPM-ഉം RSS-ഉം തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉഭയകക്ഷി ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉഭയകക്ഷി ചർച്ചകൾ. അപ്പോ RSS BJP ഒരു ഭാഗത്ത്, CPM മറുഭാഗത്തും ആയിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ കളക്ടർമാരുടെയും മറ്റും നേതൃത്വം നടന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, മുൻ നിയമമന്ത്രിയായിട്ടുള്ള VR കൃഷ്ണയ്യർ, ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സംഭാഷണത്തിന് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നത് ശരിയില്ല. അപ്പൊ അതെന്താ ജനങ്ങളോട് പറയാതിരുന്ന എന്തുകൊണ്ടാ? ഞങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച അല്ലല്ലോ, അത് ജനങ്ങളോടല്ലല്ലോ, CPM-ഉം പിന്നെ RSS നേതൃത്വവും തമ്മിലുള്ള ഒരു ചർച്ച നടത്തിയിട്ട് സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ്. ഇപ്പോ നിങ്ങൾ നോക്കൂ, ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എന്റെ പേരിൽ ഇപ്പോഴും RSS-കാർ കൊടുത്തൊരു കള്ളക്കേസ് നിലനിൽക്കുന്നുണ്ട്. അതിപ്പോ വിചാരണയിലാണ്. ഒട്ടേറെ കേസുകളിൽ ശിക്ഷ വന്നിട്ടുണ്ട്. ആ ശിക്ഷിക്കപ്പെട്ടവർ ഇപ്പം ജയിലിലാണ്. അവിടെ എന്താ ഡീലിന്റെ പ്രശ്നമുള്ളത്? അതേസമയം മറച്ചുവെക്കപ്പെട്ട വേറൊരു യാഥാർത്ഥ്യം എന്താണ്? ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്? RSS-ഉം ലീഗും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സുനിതക്കറിയാലോ, മാറാട് കടപ്പുറം എവിടെയാ? കോഴിക്കോട് ജില്ലയിലാണ്. ആ മാറാട് കലാപത്തെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ദിവസം 5 ആളെ വെട്ടിക്കൊന്നു. അതിന് പ്രതികാരം ചെയ്യാൻ പിന്നീട് 9 ആളെ വെട്ടിക്കൊന്നില്ല. ഒരു കടപ്പുറത്ത് 14 ആളുകൾ കൊല ചെയ്യപ്പെടുന്ന സംഭവമാണ്. ഞെട്ടിപ്പിക്കുന്ന സംഭവം, അപൂർവമായിട്ടൊരു സംഭവമാണ് മാറാട് കലാപം. ആ മാറാട് പ്രദേശത്ത് മുമ്പ് 80-കളിൽ RSS-ഉം മുസ്ലിം ലീഗും തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബിച്ചുകോയ എന്നൊരു ലീഗുകാരൻ കൊല ചെയ്യപ്പെട്ടു. രമേശൻ എന്ന് പറയുന്ന RSS-കാരൻ കൊല ചെയ്യപ്പെട്ടു. ആ കേസിന്റെ അവസ്ഥ എന്താണ്? എൻ്റെ സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ള പുസ്തകമുണ്ട്. 2004-ൽ ചിന്ത പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടി ഉണ്ടാക്കി. അളകാപുരി ഉടമ്പടി എന്നാണ് അതിന്റെ പേര്. അളകാപുരി ഉടമ്പടി. അതനുസരിച്ച് ബിച്ചുക്കോയെ കൊലപ്പെടുത്തിയിട്ടുള്ള RSS-കാർക്കെതിരായിട്ടുള്ള ലീഗുകാരുടെ മൊഴി കോടതിയിൽ കയറി മാറ്റി പറഞ്ഞു. ഇപ്പുറത്ത് RSS-കാരും അതേപടി ചെയ്തു. ഇതാണ് അളകാപുരി ഉടമ്പടി. അങ്ങനെ വല്ല കാര്യം അളകാപുരിയിൽ നടന്ന ചർച്ചയായിരുന്നോ? ഹോട്ടലിൽ നടന്ന ചർച്ചയായിരുന്നു അത്. അപ്പോ അതേപോലെ വല്ല കാര്യവും CPM-ഉം RSS നേതൃത്വവും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ എമ്മുമായിട്ട് ശരിക്കും എന്താ നടന്നത്? ശ്രീ എമ്മുമായിട്ടുള്ള ഈ ചർച്ച എങ്ങനെയായിരുന്നു ശരിക്കും? അങ്ങ് തീർച്ചയായിട്ടും അല്ല, അതൊന്നും രഹസ്യമായിട്ടുള്ള കാര്യമല്ലാന്ന് നിങ്ങൾ പറഞ്ഞു, പരസ്യമായിട്ട് പ്രസ്താവിച്ചുകൂടെ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പരസ്യമായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതിൽ കോൺഗ്രസ്സുകാരും പങ്കെടുത്തിട്ടുണ്ട്, CPM-കാര് പങ്കെടുത്തു, BJP-കാര് പങ്കെടുത്തു, ക്രിസ്തീയ സഭാ പുരോഹിതന്മാർ പങ്കെടുത്തിട്ടുണ്ട്,
ആ മുസ്ലിം ആത്മീയ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. പരസ്യമായിട്ട് യാഥ നടത്തിയതും രഹസ്യമായിട്ടൊരു കാര്യമല്ല. അപ്പോ എം ഈ രണ്ട് നേതൃത്വത്തെയും ബന്ധപ്പെട്ട് ഈ കായികമായിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ എമ്മിന്റെ ചർച്ചയ്ക്ക് ശേഷവും CPM-ന്റെ ഒരു മത്സ്യത്തൊഴിലാളിയെ RSSകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ എം ചർച്ച ചെയ്തതോടുകൂടി സ്വിച്ച് ഇട്ടതുപോലെ ലൈറ്റ് ഓഫായി, സംഘർഷം അവസാനിപ്പിച്ചു എന്നതല്ല യാഥാർത്ഥ്യം. അതിനുശേഷവും കൊലപാതകം നടന്നിട്ടുണ്ട്. പക്ഷേ CPIM ഒരു നിലപാട് സ്വീകരിച്ചു. ഇനിയിപ്പോ ഇങ്ങോട്ട് ആക്രമം വന്നാലും നമ്മൾ തിരിച്ച് പ്രതികരിക്കേണ്ടതില്ല, നാടിന്റെ സമാധാനത്തിന് ഊന്നൽ കൊടുക്കണം. ആ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് CPM ഉയർത്തിപ്പിടിച്ചു. അതിന്റെ അർത്ഥം RSS നടത്തുന്ന ആശയ പ്രചരണങ്ങളുമായിട്ട് സന്ധി ചെയ്യുക എന്നുള്ളതല്ല. കായികാക്രമണത്തിന്റെ ശൈലി നമ്മൾ തീർച്ചയായിട്ടും അതിനോട് അതേ നിലക്ക് പ്രതികരിക്കുന്ന നിലപാട് വേണ്ട. അതേസമയം ആശയപരമായിട്ട് സമരം തുടരണം. ആ തുടരുന്നത് CPM മാത്രമാണ്. കോൺഗ്രസ് ഈ പറയുന്ന ഗാന്ധിജിക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള ഈ ഹത്യ, സനാതനികൾ നടത്തിയിട്ടുള്ള ആക്രമണം, ഇതൊക്കെ സംബന്ധിച്ച് സമൂഹത്തോട് പറയാൻ ഗാന്ധി ശിഷ്യന്മാരെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ തയ്യാറാവാത്ത അവസരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഞങ്ങളാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ കേരളത്തെ മതനിരപേക്ഷയുടെ സംരക്ഷിത തുരുത്തായിട്ട് ഇന്ന് നിലനിൽക്കുന്ന കേരളത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലനിർത്തുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞ കാലത്ത് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ്. ആ പോരാട്ടം ഇപ്പോഴും തുടരുന്നത് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷങ്ങളാണ്. അതാണ് നമ്മൾ സമൂഹത്തോട് പറയാൻ ഈ പുസ്തകത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ BJPയുടെ നേതാക്കള് ഒരുപാട് പേരുണ്ട്. RSSന് ഭൗതിക നേതൃത്വവും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പൊ BJP RSSകാരാണല്ലോ കണ്ണൂരിൽ ഈ അക്രമവും അതിക്രമവും എല്ലാം നടത്തുന്നത്. പക്ഷെ എന്നിട്ടും മിസ്റ്റർ M ആണ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാള്, അദ്ദേഹം പറഞ്ഞാൽ ഇവര് കേൾക്കുന്നുള്ള തോന്നൽ എങ്ങനെയുണ്ടായത്? അല്ല, അത് ശ്രീ എമ്മിനോട് തന്നെ ചോദിക്കുന്നതല്ലേ ശരി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, VR കൃഷ്ണയ്യർ ഇടപെട്ടു. VR കൃഷ്ണയ്യർ എന്തിനാ ഇടപെട്ടത്? സമൂഹത്തിലെ ഒരു പൗരപ്രധാനി എന്ന നിലക്ക് നിയമ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ആളെന്ന നിലക്ക് അദ്ദേഹം കേരളക്കാരനാണ്, കണ്ണൂർ ജില്ലക്കാരനാണ്. അപ്പോൾ അദ്ദേഹം കണ്ണൂർ ജില്ലയിലാണ് പ്രാക്ടീസ് ചെയ്തതൊക്കെ. അപ്പോൾ അദ്ദേഹം ഈ സതുദ്ദേശത്തോടെ ഇടപെട്ടിട്ടുണ്ട്. ശ്രീ എമ്മും ഇടപെട്ടിട്ടുണ്ട്. എമ്മിന്റെ ഇടപെടലിന് ശേഷവും അക്രമങ്ങളും കൊലപാതകവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ CPM ഉറച്ച നിലപാട് സ്വീകരിച്ചു. അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആക്രമത്തിന്റെ ശൈലി RSS ഉപേക്ഷിച്ചതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഘർഷം തുടരാതിരിക്കുന്നതിനുള്ള യഥാർത്ഥ കാരണം. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായിട്ടുള്ള ആശയപരമായിട്ടുള്ള പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ അതിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റിയത് കൊണ്ടാണോ ഇപ്രാവശ്യം 3 പേര് ജയിച്ചത്? എന്തുകൊണ്ട് 3 പേര് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു? നമ്മൾ ഇവരെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയോ? അതെ അതെ അതെ. അതായത് സംഘപരിവാറിന്റെ കേരളത്തിലെ വിജയത്തിന് കാരണം CPM ആണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയില്ലല്ലോ. അല്ല, നമ്മളാണ് ഇവരെ പ്രതിരോധിക്കുന്നത് നമ്മൾ അവകാശപ്പെടുന്നത്. നമ്മളാണ് ഇവരെ ശക്തമായി പ്രതിരോധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കിട്ടിയല്ലോ. അപ്പോ അത് അവര് നടത്തുന്ന ഒരു യത്നമുണ്ട്, പ്രവർത്തനമുണ്ട്, പദ്ധതിയുണ്ട്, അതിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിൽ അവര് വിജയം നേടുന്നു. തീർച്ചയായിട്ടും നമ്മൾ സ്വയം പരിശോധിക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള ഞങ്ങൾ സ്വയം പരിശോധിക്കുമ്പോൾ നമുക്കതിനെ മറികടക്കാനായില്ല എന്ന ഭാഗം സ്വയം വിമർശനപരമായിട്ട് അംഗീകരിക്കണം. അതേസമയം അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയിക്കുന്നു എന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. അതിനെ പ്രതിരോധിച്ച് പരാജയപ്പെടുത്താൻ മതനിരപേക്ഷ ശക്തികൾക്ക് വീഴ്ചയുണ്ടായി എന്നത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ സുനിത പറയുന്നതിൽ രണ്ടാമത്തെ കാര്യമാണ് ഞങ്ങളുടെ ഭാഗത്ത് സ്വയം പരിശോധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, അവര് സമൂഹത്തെ കീഴ്പ്പെടുത്താൻ, സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി വലിയ നിലക്ക് ശ്രമിക്കുന്നുണ്ട്. ഇതൊരു പണമുണ്ട്. നിങ്ങളിപ്പോ രാജ്യത്തിലെ വലതുപക്ഷ പാർട്ടികൾക്കാണല്ലോ കോർപ്പറേറ്റുകൾ പണം കൊടുക്കുന്നത്. അത് ഒന്നാം സ്ഥാനം BJPക്കാണ്, രണ്ടാം സ്ഥാനം കോൺഗ്രസിനാണ്. കമ്മ്യൂണിസ്റ്റുകാര് ഈ കോർപ്പറേറ്റുകളുടെ പണം കൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് പറയാനാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജനാധിപത്യത്തെ പണാധിപത്യമാക്കാൻ ശ്രമിക്കുന്ന ആ ശക്തി കേരളത്തിൽ പലയിടത്തും പണം ഉപയോഗിച്ചും വർഗീയ ആശയങ്ങളെ ഉപയോഗിച്ചും ഒക്കെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ അവര് 3 MLA-മാരെ വിജയിപ്പിച്ച് നേട്ടമുണ്ടാക്കിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇപ്പോഴും പരിശോധിക്കുന്നതാണ്. ഒരാപൽക്കരമായിട്ടുള്ള കാര്യമാണത്. അത് കണ്ടുകൊണ്ട് അത്തരം ആശയങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു വീഴ്ചയുടെ ഫലമായിട്ടാണ് അവർ ജയിച്ചത് എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു നിഗമനമല്ല.
അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അത് വിജയിച്ചു എന്നതാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ സ്വയം പരിശോധിക്കുക, അത് നമുക്ക് എന്തുകൊണ്ട് മറികടക്കാനായില്ല. ഇപ്പൊ ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് ഇതിനെ മറികടക്കണം, ആ കാര്യം നമ്മൾ ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മൾ സംസാരിച്ച് വന്നതിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാര്യം മുതൽ EMSന്റെ കാലം മുതൽ എങ്ങനെയാണ് ഈ RSSനെയും BJPനെയും പ്രതിരോധിക്കുന്നത് എന്നുള്ള കാര്യമാണല്ലോ പറയുന്നത്. ഇപ്പൊ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾ എങ്ങനെ നടത്തുന്നു, എങ്ങനെ ഇവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു, ഏത് രീതിയിലൊക്കെ ഇവരെ പ്രതിരോധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അതാണ് പറയുന്നത്. ഇവിടെ CPM ആണ്, ഇടതുപക്ഷങ്ങളാണ് ഇതിനെ മുന്നണിയിൽ നിന്ന് നയിക്കുന്നത് എന്നും പറഞ്ഞു. അപ്പോഴാണ് എന്റെ ചോദ്യം വീണ്ടും എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നത്. കാരണം കോർപ്പറേഷൻ ഭരണം അവർ പിടിച്ചു, അത് കഴിഞ്ഞ് നമുക്ക് കുറെ സമയം കിട്ടി, അത് കഴിഞ്ഞിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ നമ്മള് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് അത് തിരുത്തിയിരുന്നെങ്കിൽ വീണ്ടും തിരുവനന്തപുരത്ത് 2 സീറ്റ് അവർക്ക് പോകുമായിരുന്നോ? അപ്പൊ നമ്മള് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അത് പഠിച്ചിട്ടല്ലേ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ടോ അതില്, നമ്മൾ ഇത് പഠിക്കുന്നതില്? സുനിത, കറണ്ട് പോയി. അയ്യോ, അത് ശരി.